ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെഡ് ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടാണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ബ്രെഡ് വെച്ചിട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഉപ്മാവിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 8 സ്ലൈസ് മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ ഒരു റെസിപ്പിയിലേക്ക്. പിന്നെ ഈ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ കളറൊന്നും കട്ട് ചെയ്ത് കളറിൻ്റെ ആവശ്യമില്ല. നമുക്കത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ 2 സെക്ഷനായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആക്കരുത്. കാരണം നമുക്ക് ഉപ്മാവിൻ്റെ ആ ഒരു റവട തരി പോലെ തന്നെ കിട്ടണം നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഇതും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് തരിയോട് കൂടിയിട്ട് തന്നെ നമ്മളത് പൊടിച്ചെടുക്കാം. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ആണ് ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്. ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്കമുളകാണ്. നിങ്ങൾക്ക് ക്രഷ് ചെയ്തതില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ടൈപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് താല്പര്യമില്ലാത്തവർ ചേർത്തി കൊടുക്കണ്ട. ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ടീസ്പൂണ് വെള്ളം ആവശ്യത്തിന് നമുക്ക് ആ ടൈമിൽ ചേർത്തി കൊടുക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് വറുക്കാൻ ആവശ്യത്തിനുള്ള കടുക്, 1/2 ടീസ്പൂണ് കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഓയിൽ, ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂണ് ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്മാവിൽ കുറച്ച് ഗീ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് നമ്മൾ ഉപ്മാവിന്. അപ്പോൾ താല്പര്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. ഇത് രണ്ടും നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പും താല്പര്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചി ഇതുപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കഴിക്കുന്ന ടൈമിൽ ഇഞ്ചി എടുത്ത് മാറ്റാനും എളുപ്പമായിരിക്കും. ചെറിയ പീസാക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ വലുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉപ്മാവിൽ നമുക്ക് സവോള നല്ല ഓവറായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇഞ്ചിയും ഉള്ളിയും കൂടെ നന്നായി മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീൻസും ഇതുപോലെ നമ്മൾ ഏത് വെജിറ്റബിളാണോ ചേർക്കുന്നത് അപ്പോൾ ചേർക്കുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തി കൊടുക്കാം. അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുക. വലുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ആ ബീൻസിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റിനെക്കാട്ടും കുറച്ചും കൂടെ പച്ചച്ചോയ ഉള്ളത് നമുക്ക് ബീൻസിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ആദ്യം ഇട്ട് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇടുമ്പോഴും അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പ് ഇടുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിളിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ട ആവശ്യത്തിനുള്ള തരി ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മാവ് നന്നായിട്ട് ഉപ്പ് കൂടി പോവും. അപ്പോൾ ജസ്റ്റ് ആ ഒരു വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് മീറ്റ് മസാല, ഒരു 1/2 ടീസ്പൂണ് മീറ്റ് മസാല. സാധാരണ ഉപ്മാവിൽ ആരും മീറ്റ് മസാല ചേർക്കില്ല. പക്ഷേ ഞാനിവിടെ വെജിറ്റബിൾസ് ചേർത്തി കൊടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മീറ്റ് മസാല ചേർത്തി കൊടുത്തെന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഫ്ലേവർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇത് ചേർത്തി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു ഉപ്മാവിന് കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പകുതി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം, അധികം ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് നമ്മൾ ആ ബ്രെഡ് ഒന്ന് നനയാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ഇങ്ങനെ ഉണ്ടായി പോവും. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് 2 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ച ബ്രെഡും കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിളും ഈ ബ്രെഡിൻ്റെ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ആക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒഴിച്ചത് ഈ വെജിറ്റബിൾസും ഈ ബ്രെഡും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടായിപ്പോവും. അപ്പോൾ നമുക്ക് പിന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇടക്കുന്നതിൻ്റെ ഇടക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചേർത്തി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ 2 ടേബിൾ സ്പൂൺ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, പിന്നെ ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ കുറച്ചിങ്ങനെ നനഞ്ഞ പോലെയാണ് ഇത് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഓവറായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, എന്നാലും ആ ഉപ്പുമാവിൻ്റെ ആ ഒരു ടെക്സ്ചർ ആവുന്ന വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ മല്ലിയിലയും കൂടെ ഇടുമ്പോൾ ഈ ഒരു ഉപ്പുമാവിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ മല്ലിയിലൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മൾ ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ബ്രെഡ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ ഒരു ടൈപ്പിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. ബ്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ റവ വെച്ചിട്ടോ നമുക്കിത് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ ഈ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്